ചില എന്റർപ്രന്യൂഴ്സിന് കൃത്യമായ ധാരണയുണ്ടാവും ഒരു പ്രശ്നങ്ങളെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചും ഒക്കെ. അത് ചില കേസുകളിൽ ഉണ്ടാവുള്ളൂ. 99% കേസുകളിൽ നമ്മൾ അത് സ്റ്റഡി ചെയ്യേണ്ടതായിട്ട് വരും. എന്താ പ്രശ്നം പോലും അറിയില്ല, അവർക്ക് അറിയുണ്ടാവും. കയറി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇവിടെ എന്താണ് വല്ലാത്തൊരു മണം, ഒരു ബ്രെഡിന്റെ മണം. ഈ കോൺഫറൻസ് ഹോം ഉണ്ടാക്കിയിരിക്കുന്ന ബ്രെഡ് കൊണ്ടാണ്. ആർട്ടിസാൻ ബ്രെഡ് ആണ് ഈ കോൺഫറൻസ് ഹോളിന്റെ വാളുകൾ മുഴുവൻ നിങ്ങൾ കാണുന്നത്. അപ്പൊ അവർ കുറച്ച് രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് ഈ പണം കിട്ടില്ല. അവിടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ എക്സിക്യൂഷൻ അവർ തന്നെ ചെയ്യണം കേട്ടോ. അതായത് നമ്മളവിടെ ചെന്നിട്ട് അവർക്ക് വേണ്ടിയ ബിസിനസ് നടത്തുക എന്നുള്ളതല്ലാതെ നമ്മൾ അതിന്റെ ഒപ്പം നിന്ന് എംപവർ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ദിവസം നിങ്ങൾ എന്നോട് ഒരു പ്ലാൻ അവതരിപ്പിച്ചു. അത് സത്യം പറഞ്ഞാൽ എന്നെ അപേക്ഷിച്ച് ഒരു പുതിയ അറിവാണ്. അതായത് നമ്മൾ ഈ ഫണ്ട് കൊണ്ടുപോയിട്ട് ഇടുന്നു, ആ ഫണ്ട് വളരുമ്പോൾ അതിന്റെ ടാക്സ് അടയ്ക്കുന്നു. അപ്പൊ അങ്ങനെ ടാക്സിനെ കുറയ്ക്കാനുള്ള മാർഗങ്ങളുണ്ട് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് എന്നെ അപേക്ഷിച്ചത് ഒരു പുതിയ അറിവാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പുറത്തു നിന്ന് നമ്മുടെ ബിസിനസ് നമ്മളൊന്ന് ആദ്യം നോക്കിക്കാണുക. ഞാൻ ശരിക്ക് എവിടെയാണ് നിൽക്കുന്നത്, എൻ്റെ സിറ്റുവേഷൻ എന്താണ്, ഞാൻ എന്നെ കുറിച്ച് ഉണ്ടാക്കിയ ഒരു മനക്കോട്ടയിൽ തന്നെയാണോ ഇപ്പോഴും നിൽക്കുന്നത് എന്നുള്ളത് പുറത്തു നിന്ന് നമ്മൾ ശരിക്കും ഒന്ന് റീവിസിറ്റ് ചെയ്യണം. അതിന് സഹായം കൂടി ഉണ്ടെങ്കിൽ ഗംഭീരമായി. നമസ്കാരം. കഴിഞ്ഞ ആഴ്ച SME എന്റർപ്രണേഴ്സിന്റെ കുറേ പ്രശ്നങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ അതിൻ്റെ തുടർച്ച എന്നോണം എന്തൊക്കെയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ, എങ്ങനെയൊക്കെയാണ് ഇത് പരിഹരിക്കപ്പെടുക എന്ന കാര്യങ്ങൾ വീണ്ടും സംസാരിക്കാൻ ശ്രീ ജിംസൺ അവர்களுമായി. ഇപ്പോൾ ചില സ്ഥാപനങ്ങളിൽ ഞാൻ പ്രാക്ടിക്കലായ ഒരു പ്രശ്നം പറയാം. ചില സ്ഥാപനങ്ങളിൽ കമ്പനി തുടങ്ങിയ കാലം തൊട്ട് ചില ആളുകളുണ്ടാവും. കമ്പനി തുടങ്ങിയ കാലം തൊട്ട് വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ച ആളുകളുണ്ടാവും. ഈ കമ്പനി കുറച്ചും കൂടി വലുതാകുമ്പോൾ ഇവർ മാറാൻ തയ്യാറല്ല. കാരണം അവർ വളരെ കംഫർട്ടായ ഒരു അവസ്ഥയിലായിരിക്കും. അപ്പോൾ പുതിയ കാര്യങ്ങൾ, പ്രത്യേകിച്ച് കൺസൾട്ടേഷനിലൊക്കെ നിങ്ങളെ അകത്ത് കൊണ്ടുവരുമ്പോൾ അവർക്കത് അസ്വസ്ഥത ഉണ്ടാക്കും. കാരണം അങ്ങനത്തെ ഒരു ചേഞ്ച് അവരുടെ സ്വാഭാവികമായി അവർ ടോക്സിക് ആകും. ആ സമയത്ത് ഒരു എന്റർപ്രണറെ അപേക്ഷിച്ച് തുടക്കകാലത്ത് നമ്മളോട് വളരെ കമ്മിറ്റ്മെൻ്റായി നിന്ന ഒരാളാണ്. അയാളെ പറഞ്ഞു വിടുക എന്ന് പറയുന്നത് ഒരു വേദനാജനകമായ ഒരു കാര്യമാണ്. അപ്പോൾ ആ സമയത്ത് എങ്ങനെയായിരിക്കും ഇതിനെ കൈകാര്യം ചെയ്യാൻ പറ്റും? ഒരു രണ്ടിനും ഇടയ്ക്കാണ്. കാരണം സ്ഥാപനത്തിൽ ടോക്സിക് ആകുന്നു എന്ന് അറിയാം, ഇയാളെ നമുക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഇത് എങ്ങനെയാണ്? പല എന്റർപ്രണേഴ്സും ഞാൻ ഇത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് വലിയൊരു പ്രശ്നമാണ്. മിക്കവാറും സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു വിഷയം കൂടിയാണത്. അതിൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇയാളുടെ റോൾസ് നമ്മൾ ശരിക്കും ഒന്ന് പതുക്കെ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും ഇദ്ദേഹത്തിന്റെ ഈഗോയെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ അഡ്വൈസറി റോളുകളിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ വേറെ രീതിയിൽ നമ്മൾ ചിലപ്പോൾ ചില വെർട്ടിക്കൽസ് ആലോചിക്കുന്നുണ്ടാവും, അതിലേക്ക് പതുക്കെ ഈ കാര്യങ്ങൾ മാറ്റുക, അല്ലെങ്കിൽ സ്പെസിഫിക് ഫംഗ്ഷൻസിലേക്ക് മാറ്റുക. അതിന്റെ ഒപ്പം തന്നെ ഈ ഓണർ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇയാൾക്ക് കുറെ ഈഗോ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് തമ്മിലിരിക്കാതെ ഇതിനി ഇവര് നോക്കട്ടെ, നമുക്ക് കുറച്ചുകൂടി ഹയർ ലെവലിൽ കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരാൾ ഇപ്പോൾ ഓപ്പറേഷൻസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു മാനേജർ, ഞാൻ ഇതുപോലെ 35 വർഷമായിട്ട് ആ സ്ഥാപനത്തിൽ നിൽക്കുന്ന ഒരാളുണ്ട്. അയാൾ ഓണറുമായിട്ട് വളരെ അടുപ്പമൊക്കെയാണ്. പക്ഷെ അതേസമയം പുള്ളി ഒരു സിസ്റ്റം അവിടെ ഉണ്ടാക്കാൻ സമ്മതിക്കില്ല. അവിടുത്തെ സ്റ്റോറുകാരെ വന്ന് അവനെ ഓടിക്കും, അല്ലെങ്കിൽ വേറൊരു സാധനം വന്നു കഴിഞ്ഞാൽ അവരെ സമ്മതിക്കില്ല. അപ്പൊ നമ്മൾ ഇദ്ദേഹത്തിനെ പറഞ്ഞ ഈ ഓപ്പറേഷൻസിൽ നമുക്ക് ഒരാളെ ഡെവലപ്പ് ചെയ്യണം. സത്യത്തിൽ ഓപ്പറേഷനിൽ പുള്ളി കുറെ കാലം കുടുങ്ങി കിടക്കുകയാണ്. എനിക്ക് നിങ്ങളെ കുറച്ചുകൂടി ഹയർ ലെവലിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഞങ്ങൾ അവരെ ഇദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുത്തതാണ് അങ്ങനെ പറയാനായിട്ട്. അങ്ങനെ നമ്മൾ അവിടെ ഒരു ഇന്നോവേഷൻ കമ്മിറ്റി ഉണ്ടാക്കുകയാണ്. ആ കമ്മിറ്റിയിലേക്ക് ഇദ്ദേഹത്തിന് ചെയർമാൻ പോലത്തെ വളരെ ഹയർ ലെവലിൽ കൊണ്ടുവരികയാണ്. ചില അതിന്റെ ഒരു മെയിൻ ആളായിട്ട് കൊണ്ടുവരികയാണ്, ഹെഡായിട്ട് കൊണ്ടുവരികയാണ്. അയാളെ കൊണ്ടുവന്നിട്ട് പുള്ളിയാണ് ഈ കുറെ കോൺസെപ്റ്റ്സ് കൊണ്ടുവരുന്നത്. അപ്പൊ ഇയാളുടെ തലയിൽ ആദ്യം തന്നെ മാറ്റങ്ങൾ വേണമെന്ന് ഇയാൾ ചിന്തിക്കാൻ തുടങ്ങി. മനസ്സിലായി. അപ്പൊ മറ്റുള്ളവർക്കുള്ള എതിർപ്പ് പുള്ളിക്ക് നിൽക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് പുള്ളിയെ എൻഗേജ് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ ചെയ്തു. ഇത് പഠിക്കാനായിട്ട് പുള്ളി പുറത്തേക്ക് വിട്ടു. അപ്പൊ ഇവിടുന്ന് ഓർഗനൈസേഷനൊക്കെ കുറച്ച് സമയം മാറ്റി നിൽക്കുമ്പോൾ ഇയാളില്ലാണ്ട് ഈ കാര്യങ്ങൾ തന്നെ നടക്കാൻ തുടങ്ങി. ഇങ്ങനെ വന്ന് തിരിച്ചു വന്നപ്പോഴേക്കും പുള്ളി പോലും അറിയാതെ ഈ സ്ഥാപനത്തിൽ കുറെ മാറ്റങ്ങൾ ഉണ്ടായി. ആ ഒരു പോയിന്റ് നമുക്ക് പുള്ളിയോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, ഇനി ഇതിലേക്ക് ഇടപെടുമ്പോൾ ഇന്ന കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ആ ഒരു മെന്റൽ ചേഞ്ച് കുറച്ച് ചെയ്യാൻ പറ്റി. ചില ആളുകൾ തയ്യാറായിക്കൊള്ളുന്നില്ല. അങ്ങനത്തെ കേസുകൾ നമ്മൾ ഹാർഡ് ഡിസിഷൻ എടുക്കേണ്ടി വരും. ഇപ്പൊ 30 വർഷം നിന്ന ഒരാളാണെങ്കിൽ കൂടി സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് പുള്ളിക്ക് താല്പര്യം ഇല്ലെങ്കിൽ അതിൽ പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ പൈസ കൊടുത്ത് അവസാനിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉണ്ടാവും. അത് കൊടുക്കണം നമ്മൾ, അല്ലെ അങ്ങനത്തെ ബെനിഫിറ്റ്സ് കൊടുക്കുക. അതല്ലാതെ നമുക്കത് മുന്നോട്ട് പോകണം എന്നുള്ള തീരുമാനം. കാരണം ഇതിൽ ഈ ഓണർ ആയിക്കോട്ടെ, ഈ എംപ്ലോയി ആയിക്കോട്ടെ, ഇവര് രണ്ടുപേരും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഓർഗനൈസേഷനെയാണ്. അപ്പൊ ഓർഗനൈസേഷന്റെ നിലനിൽപ്പ്, വളർച്ച എന്ന് പറയുന്നത് എല്ലാവർക്കും അനിവാര്യമാണ്, അല്ലേ? അപ്പൊ അതിന് വിട്ടുവീഴ്ച കാണിക്കുന്ന ഒരു എലമെന്റുകളെയും നമ്മൾ കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ഇതിന്റെയൊക്കെ റിസൾട്ടുകൾ ഓരോന്നിലേക്ക് വരാൻ തുടങ്ങും. അപ്പൊ ഞങ്ങൾ ചെയ്ത ഒരു സ്ഥാപനത്തിനകത്ത് അവിടുത്തെ ഫണ്ടിങ് കോസ്റ്റ് എന്ന് പറയുന്നത് 18%.
അതായത് 7 കോടി രൂപ ലോണിന്റെ മുകളിൽ 18% ഫണ്ടിങ് കോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അതിന്റെ ഫസ്റ്റ് സ്റ്റഡി ഫേസിൽ തന്നെ ആദ്യം ഐഡന്റിഫൈ ചെയ്തൊരു പ്രശ്നം ഇതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താ വെച്ചാൽ നമ്മുടെ എൻ്റെ പ്രോസസ്സുകൾ ഇനി ചെയ്യേണ്ടത് നമ്മുടെ ക്യാപിറ്റൽ കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് 10 കോടി ലോൺ ഉണ്ടെങ്കിൽ 18% പലിശ ഉണ്ടെങ്കിൽ എത്ര 1,80,00,000 രൂപയാണ് ഒരു വർഷത്തെ നമ്മുടെ കോസ്റ്റ് എന്ന് പറയുന്നത്. പ്രോഫിറ്റിന് പോകണത് അത് 15 ലക്ഷം പെർ മന്ത്. ഈ സംഗതി ശരിക്കും ഞങ്ങൾ അവിടുത്തെ ഒരു 6 മാസം 8 മാസം വർക്ക് ചെയ്ത് ഇറങ്ങിയ സമയത്ത് ഇവന്റെ കോസ്റ്റ് 11% കുറയ്ക്കാൻ നമുക്ക് പറ്റി. അപ്പൊ ഒരു ഫണ്ടർ അല്ലെങ്കിൽ അത് ഇക്വിറ്റി ആയിക്കോട്ടെ ഡെറ്റ് ആയിക്കോട്ടെ നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ കോസ്റ്റ് അവൻ ആ ഓർഗനൈസേഷനിലുള്ള കോൺഫിഡൻസ് എന്താണെന്നുള്ളതാണ്. അപ്പൊ അവർ ആദ്യം പറയുന്ന ടോക്സിക് എലമെന്റ്സ് ഇതുപോലത്തെ ആളുകൾ ഇതിനകത്തുണ്ട്, പ്രോസസ്സുകൾ ഇല്ല, കൃത്യമായിട്ടുള്ള എക്സ്പാൻഷൻ പ്ലാൻസ് ഇല്ല, ക്യാപിറ്റൽ യൂട്ടിലൈസേഷനിൽ ഇതില്ല, ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഇല്ല, ഇങ്ങനത്തെ റീസൺസ് ആയിരിക്കും അവർ പുട്ടപ്പ് ചെയ്യുന്നത്. അപ്പൊ ഈ കാര്യങ്ങളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇത് കുറച്ചുകൂടി ഈസിയാണ്. ഒരു കൾച്ചർ ചേഞ്ച് ചെയ്യണം എന്ന് പറയുന്നത് വളരെ ആബ്സ്ട്രാക്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മനസ്സിലായി, ഒരാൾക്ക് മനസ്സിലാകാം. അതും ഫണ്ടിങ് കോസ്റ്റ് കൂടുന്നത് കൊണ്ടാണെന്ന് പറഞ്ഞാൽ ഓണേഴ്സിന് കുറച്ചുകൂടി അല്ലെങ്കിൽ എംപ്ലോയീസിനും കുറച്ചുകൂടി ഇത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു പ്രോബ്ലം കണ്ടുപിടിച്ചിട്ട് ആ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്തില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന പ്രോബ്ലം, അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകേണ്ട ചേഞ്ചുകൾ. അതെ, അങ്ങനെയല്ലേ? അതെ. അപ്പൊ നിങ്ങൾ എങ്ങനെയാ ഇതിലൊരു പ്രോസസ് എങ്ങനെ ഉണ്ടാക്കുക? നിങ്ങളിപ്പോ ഒരു സ്ഥാപനത്തിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം ഒരു ഡയഗ്നോസിസ് ആണ്, എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാ നിങ്ങൾ? നമ്മൾ സാധാരണ 90% സ്ഥാപനങ്ങളിൽ ചില എന്റർപ്രന്യൂഴ്സിന് കൃത്യമായ ധാരണ ഉണ്ടാവും ഓരോ പ്രശ്നങ്ങളെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചൊക്കെ. അത് ചില കേസുകളിൽ ഉണ്ടാവുള്ളൂ. 99% കേസുകളിൽ നമ്മൾ അത് സ്റ്റഡി ചെയ്യേണ്ടതായിട്ട് വരും. എന്താ പ്രശ്നം പോലും അറിയില്ല അവർക്ക് അറിയുണ്ടാവില്ല. അപ്പൊ നമ്മൾ സാധാരണ ചെയ്യാൻ എന്താണെന്ന് വെച്ചാൽ ഒരു ബിറ്റ്വീൻ ഒരു 1 month to 2 month പീരീഡിനുള്ളിൽ നമ്മൾ അതിനകത്ത് ചെന്ന് നമ്മൾ അതിന്റെ ക്വസ്റ്റ്യനേഴ്സ് ഉപയോഗിച്ചുകൊണ്ടും ആളുകളായിട്ട് സംസാരിച്ചുകൊണ്ടും നമുക്ക് പുറത്ത് നിന്ന് ഈ കാര്യങ്ങളെ അറിയാനായിട്ട് ശ്രമിക്കും, എന്താണ് അതിനകത്തുള്ള പ്രശ്നം. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്രോസസ്സുകൾ പഠിക്കുകയും അങ്ങനത്തെ ബിസിനസ് മോഡൽ മനസ്സിലാക്കുകയൊക്കെ ചെയ്യും. പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ ഞങ്ങള് ഒരു ദുബായ് ആ പ്രോസസ്സിൽ നിങ്ങൾ എന്റർപ്രണറെ മാത്രമാണ് ഇന്റർവ്യൂ ചെയ്യുക, അല്ല എംപ്ലോയീസിനെയും എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും നമ്മൾ ചിലപ്പോൾ കൺസിഡർ ചെയ്യും അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇത് പലപ്പോഴും 2 വശങ്ങളിലാണ് നിൽക്കുന്നത്. ഓണറിന്റെ നേരെ ഓപ്പോസിറ്റ് ഇയാളാണ് എല്ലാ പ്രശ്നങ്ങളുടെയും കാരണമെന്നായിരിക്കും ചിലപ്പോൾ ഞാൻ ചോദിക്കാൻ കാരണം ഈ ചിലപ്പോ ഓണർ പറയുന്നത് തന്നെ റിയൽ റീസൺ ആവണമെന്നേ ഇല്ല. അപ്പം നമ്മുടെ ഈ പറയുന്ന മിഡിൽ ലെവൽ മാനേജ്മെന്റ്, ഈവൻ താഴെ ഡ്രൈവേഴ്സിനോട് പോലും നമ്മൾ സംസാരിക്കും. അപ്പൊ ആ സംസാരിക്കുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ എന്റെ സ്ട്രക്ചറിനകത്തുള്ള ഗ്യാപ്പുകൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബിസിനസ് മോഡൽ അനലൈസ് ചെയ്യും. അപ്പൊ ഒരു ബിസിനസ് മോഡൽ പലരുടെയും വിചാരം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്നൊരു ചെറിയ സ്ഥാപനമുണ്ട്, ഇത് 100 ആക്കാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് 3 ബ്രാഞ്ച് ഉണ്ട്, അത് 100 ആക്കാൻ പറ്റും. അത് പറ്റില്ല. 2 മോഡൽ 2 തന്നെയാണ്. ചില മോഡലുകൾ സ്കെയിലബിളേ അല്ല, ചില മോഡലുകൾ സ്കെയിലബിൾ ആണ്. ഇപ്പൊ നമ്മൾ ചെയ്ത ഒരു കേസിൽ ഒരു വെൽനസ് ഒരു ഇൻഡസ്ട്രി നമ്മൾ ചെയ്തിരുന്നു. അവർക്ക് ശരിക്കും 5 ബ്രാഞ്ച് ഉണ്ടായിരുന്നു. അവർക്ക് അത് 100 ബ്രാഞ്ച് ആക്കി തീർക്കണം എന്നുണ്ട്, ഫ്രാഞ്ചൈസി മോഡലോ JV ഒക്കെ ആയിട്ട്. ഇത് അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് ആദ്യം മനസ്സിലായ കാര്യം, ഇവർ ഓരോന്നിന്റെയും പ്രോഫിറ്റ് ഷെയറിംഗ് ആണ് എടുക്കുന്നത്. അപ്പൊ ഇവരുടെ എക്സ്പെൻഡിച്ചേഴ്സ് എന്താണ്, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്താണ്, സേവിങ്സ് എവിടെയാണെന്നൊക്കെ ഈ 5 പേരുടെ ഇവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നേരെ മറിച്ച് ഇത് വളരെ സിമ്പിൾ ആയിട്ട് റവന്യൂ മോഡലിലേക്ക് മാറ്റി കഴിഞ്ഞപ്പോൾ ഒരു മാസത്തെ മൊത്തം പ്രോഫിറ്റ് ഇവർക്കുള്ള റവന്യൂ ഷെയർ കണ്ടെത്താൻ 10 മിനിറ്റ് മതി. മറ്റേത് 3 ദിവസം 4 ദിവസം ഓഡിറ്റർ പോയി മെനക്കെട്ടേണ്ട ഒരു കാര്യം. ഒരു ഉദാഹരണം പറയണം. ആ സിംപ്ലിഫൈയിങ് ദാറ്റ് മോഡൽ എന്ന് പറയുന്നത് ഇതിന്റെ എക്സ്പാൻഷന് ഭയങ്കര വാലിഡ് ആണ്. അത് മോഡൽ സിംപ്ലിഫൈഡ് അല്ലെങ്കിൽ എക്സ്പാൻഷൻ അല്ലെങ്കിൽ സ്കെയിലിംഗ് ബുദ്ധിമുട്ടായി പറ്റില്ല. ഇപ്പൊ ചില കേസുകളിൽ നമ്മൾ കാണുന്നതാണ്. ഇപ്പൊ 5 കോടി ബിസിനസ് ചെയ്യുന്ന ഒരു സ്ഥാപനം 20 കോടിയായി കഴിഞ്ഞാൽ ഇവിടെ 1 കോടിയുള്ള പ്രോഫിറ്റ് ചിലപ്പോൾ 2 കോടിയേ ഉണ്ടാവുള്ളൂ. അപ്പൊ പലപ്പോഴും ആ മോഡലിന്റെ വിഷയമാണത്, എത്രമാത്രം സ്കെയിലബിൾ ആണ് ഈ മോഡൽ എന്നുള്ളത്. ഇപ്പൊ നമ്മൾ ഇന്റർനാഷണലി കാണുന്ന എല്ലാ കമ്പനീസിനും അറിയാലോ ഇതിന്റെയൊക്കെ മോഡൽസ് പലതെന്ന് പറയുന്നത്. ഇപ്പൊ 1000 ബ്രാഞ്ച് ഒരു വർഷം തുടങ്ങിയ അവർ തയ്യാറാണ്. അത് സ്ട്രോങ് ആയിട്ടുള്ള SOPs, പ്രോസസ്സുകൾ, റിക്രൂട്ട്മെന്റ് മെക്കാനിസംസ്, ബ്രാൻഡിങ്, അങ്ങനത്തെ ഒരുപാട് ഭാഗങ്ങൾ അതിനകത്തുണ്ട്. ഇതെല്ലാം കറക്റ്റ് ചെയ്യുമ്പോഴേ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഈ സ്റ്റഡി ഫേസിനകത്ത് ഈ മോഡൽ റീവിസിറ്റ് ചെയ്യും. പുറത്ത് നിന്നുകൊണ്ട് ഈ സാധനം നമ്മൾ കാണും. ഇപ്പൊ ഞങ്ങൾ ദുബായ് ബേസ്ഡ് ഒരു ഫുഡ് ഇൻഡസ്ട്രിയിൽ ഒരു കമ്പനിക്ക് വേണ്ടി ചെയ്തിരുന്നു. 800 ആളുകൾ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ആയിരുന്നത്. ഇപ്പോഴും ആ കമ്പനിയുടെ വേറെ ഏറ്റെടുത്തു മാത്രമേ ഉള്ളൂ. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമുണ്ട്. ഞങ്ങൾ അതിന്റെ കോൺഫറൻസ് റൂമിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇവിടെ എന്താണ് വല്ലാത്തൊരു മണം, ഒരു ബ്രെഡിന്റെ മണം എന്ന് വെച്ചു. പുള്ളി പറഞ്ഞു ഈ കോൺഫറൻസ് ഹോം ഉണ്ടാക്കിയിരിക്കുന്ന ബ്രെഡ് കൊണ്ടാണ്, ആർട്ടിസാൻ ബ്രെഡ് ആണ് ഈ കോൺഫറൻസ് ഹോളിന്റെ വാളുകൾ മുഴുവൻ നിങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു രണ്ടാമത്തെ കാര്യം പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് ഈ മണം കിട്ടില്ല, കാരണം അവരെല്ലാ ദിവസവും ഇതിനകത്തായിരിക്കും. അപ്പൊ ഞങ്ങൾ പുറത്തുനിന്ന് വന്നിട്ട് കിട്ടുന്ന ഒരു മണം, ഒരു ഫീൽ എന്ന് പറയുന്നത് അവർക്കത് കിട്ടില്ല. പലപ്പോഴും എന്റെ പ്രശ്നം ഇന്നതാണെന്ന് പുറത്ത് നോക്കുമ്പോഴേ അത് കിട്ടുള്ളൂ. വെരി ഗുഡ്, നല്ല എക്സാമ്പിൾ.
ആ പ്രോസസ്സ് വെച്ചുകൊണ്ടാണ് ശരിക്കും നമ്മൾ ഇത്തരം ഒരു കാര്യത്തെ അനലൈസ് ചെയ്യുന്നത്. അപ്പൊ ഒന്ന് നമ്മൾ ഈ പുറത്ത് നിന്ന് വേറൊരു കണ്ണോടുകൂടി നോക്കിക്കാണാം. അത് ശരിക്കും ഒരു വിശദമാണ്. ഇപ്പൊ നമ്മൾ ഒരുപാട് വർഷങ്ങൾ, ഞാനിപ്പോ ഏകദേശം ഒരു 100 സ്ഥാപനങ്ങൾക്ക് അടുത്ത് കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമുക്കത് കണ്ടു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ നമുക്ക് അപ്പൊ തന്നെ മനസ്സിലാവും. ചില കാര്യങ്ങൾ ഇന്ററാക്ഷൻ കിട്ടും. പലരും പലപ്പോഴും നമ്മുടെ അടുത്ത് പറയാൻ വെമ്പി നിൽക്കുകയായിരിക്കും, സാറേ ഇങ്ങനെ പ്രശ്നം മാത്രം സോൾവ് ചെയ്ത് ഈ കമ്പനി മുന്നോട്ട് വളരെ വ്യക്തമായിട്ട് പോകും. അങ്ങനത്തെ കാര്യങ്ങൾ കിട്ടും. മൂന്നാമത്തെ കാര്യം, ഞങ്ങളുടെ പ്രോസസ്സിനകത്തുള്ള ക്വസ്റ്റ്യൻസ് വെച്ചുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ സ്റ്റഡി ചെയ്തിട്ട് മനസ്സിലാക്കും. ഇതെല്ലാം ആദ്യത്തെ ഒരു ഫേസിൽ നമ്മൾ ഡയഗ്നോസിസും അതിന്റെ ബിസിനസ് മോഡലിനെ കുറിച്ച് ഒരു മനസ്സിലാക്കലുമാണ് ചെയ്യുന്നത്. പിന്നെന്താ, പിന്നെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ അവർക്ക് ശരിക്കും സാധാരണ ഒരു ബിസിനസ് ബ്ലൂ പ്രിന്റോ അല്ലെങ്കിൽ ഒരു സ്റ്റഡി റിപ്പോർട്ടോ കൊടുക്കും. അതിപ്പോ സാധാരണ ചില കൺസൾട്ടിംഗ് ഫേമുകളിലെ പോലെ 500 പേജിന്റെ റിപ്പോർട്ട് അല്ലാതെ അത് വളരെ യൂസബിൾ ആയിട്ടുള്ള ആക്ഷൻ പ്ലാനോട് പ്രാക്ടിക്കൽ ആയിട്ടൊരു സംഗതിയാണ്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് അവരോട് ഒരു ഡിസ്കഷൻ വെക്കും. അത് കഴിഞ്ഞാൽ എത്ര കാലം കൊണ്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അപ്പൊ എക്സിക്യൂഷൻ സപ്പോർട്ടിൽ നിങ്ങൾ ചെയ്യും. അതായത് ഇപ്പോൾ അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട കാലത്ത് അവരെ കൂടെ നിന്ന് നമ്മളത് ചെയ്തു കൊടുക്കും. അതെ, പലപ്പോഴും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയുമെങ്കിൽ പോലും ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഒരു സപ്പോർട്ട് ആവശ്യമായിരിക്കും. മനസ്സിലായി. അപ്പൊ നമ്മുടെ ഓരോ ഏരിയയിലെ എക്സ്പെർട്ടീസുള്ള ആളുകളിൽ ഇടപെടുകയും ഈ സപ്പോർട്ട് കൊടുക്കുകയും ചെയ്താൽ കുറച്ചുകൂടി ഭംഗിയായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും. കാരണം എക്സിക്യൂഷനിൽ ഇവർ ഏറ്റവും സഫർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന സമയത്ത് അവർക്ക് അതിന് സമയം ഉണ്ടാവില്ല, അതിന് കഴിവുണ്ടാവില്ല. ചിലപ്പോൾ അതിലൊരു സപ്പോർട്ടുണ്ട്. അവിടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ എക്സിക്യൂഷൻ അവർ തന്നെ ചെയ്യണം കേട്ടോ. അതായത് നമ്മളവിടെ ചെന്നിട്ട് അവർക്ക് വേണ്ടി ബിസിനസ് നടത്തുക എന്നുള്ളതല്ലാതെ നമ്മൾ അതിന്റെ ഒപ്പം നിന്ന് എംപവർ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതിന്റെ ഒപ്പം അവർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം ചേഞ്ച് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ കുറെ കഴിയുമ്പോൾ ഞങ്ങളുടെ അടുത്ത് ഡിപ്പെൻഡന്റ് ആവും. മനസ്സിലായി. 10 കൊല്ലം കഴിഞ്ഞാൽ ഈ കൺസൾട്ടന്റ് ആയിട്ട് നമ്മൾ അവിടെ തന്നെ കാണും. ആ മോഡൽ നമ്മൾ ചെയ്യാറില്ല. നമ്മൾ സാധാരണ എംപവേർഡ് ആക്കിയിട്ട് നമ്മൾ മാറുക എന്നതാണ്. ഒരു ഷോർട്ട് ടൈം ആയിട്ട് അവർക്ക് ഗൈഡ് ചെയ്ത് അവരെ എംപവർ ആക്കുക, അവരെ സ്വയം ചെയ്യാൻ പ്രാപ്തമാക്കുക എന്ന് പറയുന്ന പോലെ. പണ്ട് മീൻ കൊടുക്കുന്നതിന് പകരം മീൻ പിടിക്കാൻ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞ പോലെ. ശരിയാണ്. നിങ്ങളുടെ ടീം വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ടീമാണ്. കാരണം ഓരോരുത്തരും ഓരോ കാര്യത്തിൽ ഉസ്താദുക്കളാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് 3-4 പേര് അറിയാം. അപ്പൊ അതുകൊണ്ട് ആ ടീമിനെ കുറിച്ച് ഒന്ന് ചുരുക്കി പറയാമോ? നമ്മൾ 6 ഡയറക്ടേഴ്സ് ഉണ്ട് ശരിക്കും. അതിനകത്ത് ഞാൻ കൂടുതൽ നോക്കുന്നത് സ്ട്രാറ്റജിയും ബിസിനസ് മോഡലിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. JNK എന്നുകൊണ്ട് സാറിന് അറിയാവുന്ന പുള്ളി കമ്പനി സെക്രട്ടറിയാണ്. SVJS എന്ന് പറഞ്ഞ ഫേമിന്റെ ഫൗണ്ടിങ് പാർട്ട്ണറാണ് പുള്ളി. പുള്ളി കംപ്ലയൻസും ലോ ആണ് പുള്ളി സ്പെഷ്യലൈസ് ചെയ്യുന്നത്. പുള്ളി ഓവർ 25 years എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. വളരെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ട ഏറ്റവും വലിയ ജെന്റിൽമാൻമാരിൽ ഒരാളെന്ന് ഞാൻ കരുതുന്ന ഒരാളാണ്. വളരെ ഒരു ജെമ്മാണ് അദ്ദേഹം. ഞാൻ ഒരുപാട് പേർക്ക് പുള്ളിയെ ഞാൻ റെഫർ ചെയ്തിട്ടുണ്ട്. സാധാരണ നമ്മളിങ്ങനെ ആരെങ്കിലും റെഫർ ചെയ്യുമ്പോൾ ചിലപ്പോൾ സാറേ പോരാ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ ഇന്ന് വരെ ഞാൻ റെഫർ ചെയ്ത ഒരാൾ പോലും ഒരു നെഗറ്റീവ് പറയാത്ത വളരെ പോസിറ്റീവായി പറഞ്ഞ ഒരാളാണ് ജയൻ സാർ. വ്യക്തിപരമായിട്ട് ജീവിതത്തിലും എന്റെ ജീവിതത്തിലും ഈ കഴിഞ്ഞ ഞങ്ങൾ 30 വർഷങ്ങളായിട്ട് സുഹൃത്തുക്കളാണ്. ഓരോ സമയത്തും ഡിഫിക്കൽട്ടീസ് വരുമ്പോഴും അല്ലെങ്കിൽ ചലഞ്ചസ് വരുമ്പോഴും ഒക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് ഒരുമിച്ച് നിൽക്കുന്ന, ഞാൻ ഈ പറഞ്ഞ പോലെ നോക്കുന്ന ഒരാളാണ് അദ്ദേഹം. പിന്നെ ശൈലേന്ദ്ര ആസ്വാൾ എന്ന് പറഞ്ഞൊരു ഡയറക്ടർ ഉണ്ട്. പുള്ളി ബാംഗ്ലൂർ ബേസ്ഡ് ആണ്. പുള്ളി കുറെ കാലം യാഹു അതുപോലെ ഉബർ ടെക്നോളജീസിന്റെ ഡയറക്ടർ ആയിട്ടാണ് പുള്ളി റിസൈൻ ചെയ്തത്. പുള്ളി ശരിക്കും ബിസിനസ് മോഡലിംഗിൽ ഒരു എക്സ്പേർട്ടാണ്. സ്ട്രാറ്റജിക്കല് മാർക്കറ്റിംഗിൽ പുള്ളി ഒരു എക്സ്പേർട്ടാണ് ശരിക്കും. പുള്ളി ഒരു 25 years എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. പുള്ളി ആ വലിയ ജോലിയൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് നിങ്ങളുടെ കൂടെ ഇപ്പൊ ഒന്നിച്ചാൽ നിങ്ങൾ പ്രവർത്തിക്കുന്നല്ലേ? യെസ്. ഇത് കുറെയൊക്കെ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു പാഷനാണ്, എനിക്കൊരുടെ ഒരു പാഷനാണ് സത്യത്തിൽ. പിന്നെ നമുക്ക് റോമൽ എന്ന് പറഞ്ഞിട്ട് റോമൽ ഐസക് എന്ന് പറഞ്ഞിട്ടൊരു പാർട്ട്ണറുണ്ട്. പുള്ളി IDFC ബന്ധൻ മ്യൂച്വൽ ഫണ്ടിന്റെ സ്റ്റേറ്റ് ഹെഡ് ആയിരുന്നു. അവിടുന്ന് റിസൈൻ ചെയ്തപ്പോൾ കഴിഞ്ഞ 1 year ആയിട്ട് പുള്ളിയുണ്ട്. ജോർജ് ടി മാത്യു എന്ന് പറഞ്ഞൊരു ഡയറക്ടർ ഉണ്ട്. പുള്ളി ഫിനാൻസ് ആയിട്ടാണ്. പുള്ളി കമ്പനി സെക്രട്ടറി ആണ്. പിന്നെ CMA ആണ്. പുള്ളി AVT മെക്കോർമിക് എന്നൊരു കമ്പനിയിലായിരുന്നു. പുള്ളി നമ്മുടെ വെർച്വൽ CFO ഡിവിഷനാണ് പുള്ളി നോക്കുന്നത്. പിന്നെ വിനു പോൾ എന്ന് പറഞ്ഞൊരു ഡയറക്ടർ ഉണ്ട്. പുള്ളി ട്രിച്ചൂർ ബേസ്ഡ് ആണ്. പുള്ളി കൂടുതലും മാർക്കറ്റിംഗ് സൈഡും ലോൺ അറേഞ്ച്മെന്റ്സും ഫണ്ട് അറേഞ്ച്മെന്റും ആണ് പുള്ളിയുടെ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇതിന് പുറമെ നമുക്ക് അസോസിയേറ്റ്സ് ആയിട്ട് ഒരു 5-8 പേരുണ്ട്. മിക്കവരും ഈ പറഞ്ഞ പോലെ ഒരു 10-20 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ആണ് കൂടുതലും. പിന്നെ നമുക്ക് ഓരോ സ്പെസിഫിക് ഏരിയാസിൽ ഇപ്പൊ ചില കേസുകളിൽ ഒത്തിരി എക്സ്പീരിയൻസിന്റെ ആവശ്യം ഉണ്ടാകത്തില്ല, യങ്ങർ ആയിട്ടുള്ള ആളുകൾ വേണ്ടി വരും. അപ്പം ഇപ്പൊ കണ്ടന്റ് റൈറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അങ്ങനത്തെ ഓരോന്നിനും നമുക്ക് അസോസിയേറ്റ് ടീമുണ്ട്, നല്ലൊരു ടീമുണ്ട്. യെസ്, വെരി ഗുഡ്. ഇനി ഞാൻ അടുത്ത മേഖലയായിട്ട് ബന്ധപ്പെട്ട് അത് വെൽത്ത് മാനേജ്മെന്റിനെ കുറിച്ച് കാര്യം പറഞ്ഞു. അത് നിങ്ങളതിൽ ഭയങ്കര, കാരണം എൻ്റെ കുറച്ച് സാധനങ്ങൾ കൂടി നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ പല കമ്പനികളിൽ ബാങ്കിൽ കുറച്ച് പൈസ ഉണ്ടാവും, ഈ കമ്പനികളുടെ പൈസ. ഇത് ഇവർ കറണ്ട് അക്കൗണ്ടിലായിട്ടേക്കണം. കറണ്ട് അക്കൗണ്ടിൽ നിന്ന് നമുക്കൊന്നും കിട്ടാനില്ല. ഈ ഫണ്ടിനെ നന്നായിട്ട് ഒരു ഏണിംഗ് ഫണ്ടായിട്ട് മാറ്റാനുള്ള മാർഗങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യുക?
തീർച്ചയായിട്ടും ഉണ്ട്. കാരണം കഴിഞ്ഞ ദിവസം നിങ്ങൾ എന്നോട് ഒരു പ്ലാൻ അവതരിപ്പിച്ചു. അത് സത്യം പറഞ്ഞാൽ എന്നെ അപേക്ഷിച്ച് ഒരു പുതിയ അറിവാണ്. അതായത് നമ്മൾ ഈ ഫണ്ട് കൊണ്ടുപോയിട്ട് ഇടുന്നു, ആ ഫണ്ട് വളരുമ്പോൾ അതിൻ്റെ ടാക്സ് അടയ്ക്കുന്നു. അപ്പോൾ അങ്ങനെ ടാക്സിനെ കുറയ്ക്കാനുള്ള മാർഗങ്ങളുണ്ട് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞപ്പോൾ എന്നെ അപേക്ഷിച്ചത് ഒരു പുതിയ അറിവാണ്. എന്താ ചെയ്യാൻ പറ്റുക? ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം സാധാരണ കറന്റ് അക്കൗണ്ടിൽ 0 ഇൻട്രസ്റ്റ് റേറ്റ് ആണ് വരിക. അതിന് അവർ സാധാരണ ചെയ്യാന്ന് വെച്ചാൽ ഈ ലാഡറിംഗ് പോലത്തെ FD ഇട്ടിട്ട് 15 ദിവസം 30 ദിവസം 3 മാസം 6 മാസം അങ്ങനെ ഇടും. അങ്ങനെ വരുമ്പോൾ സാധാരണ ഒരു 3% മുതൽക്ക് 6% വരെ പലിശ വരാം. അങ്ങനെ വരുമ്പോഴും 25% അതിന്റെ മുകളിൽ ടാക്സ് അടക്കേണ്ടി വരും. അപ്പൊ നെറ്റ് കിട്ടുന്ന പലിശയുടെ 25% ടാക്സ് അടക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഇതിന്റെ എഫക്റ്റീവ് ടാക്സേഷൻ റിട്ടേൺ എന്ന് പറയുന്നത് പലപ്പോഴും 3% 2.5% ആയിരിക്കും. ശരി. ഇതിൽ നമുക്ക് ഷോർട്ട് ടേമിലുള്ള കാര്യത്തെക്കുറിച്ചാണ് പറയണേ. പല ഓപ്ഷൻസും ഉണ്ട്. ഇപ്പോൾ ലിക്വിഡ് ഫണ്ടുകൾ പോലെ സാധനങ്ങളുണ്ട്, ആർബിട്രാജ് ഫണ്ടുകളുണ്ട്. ഇതിനകത്ത് പല ഫണ്ടുകളിലും നമുക്ക് ലോങ് ടേം 1 ഇയർ കടന്നു കഴിഞ്ഞാൽ 12.5% ടാക്സേ വരുള്ളൂ. ഒരു വർഷത്തിനുള്ളിൽ ആണ് നമുക്കത് തിരിച്ചെടുക്കേണ്ടി വരുന്നതെങ്കിൽ അതിന് 20% ടാക്സേ വരുള്ളൂ. ചില ഫണ്ടുകളിൽ ഇട്ടാൽ ആ ഫണ്ട് 1 കൊല്ലം ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഈ 25% കൊടുക്കേണ്ട 12% കൊടുത്താൽ മതി. പകുതി ടാക്സ് കൊടുത്താൽ മതി. ഇനി ആ 1 കൊല്ലത്തിന്റെ ഉള്ളിലാണ് പിൻവലിക്കുന്നതെങ്കിൽ പോലും 5% കുറവ് വരും. കാരണം 25 കൊടുക്കേണ്ട സ്ഥലത്ത് 20 കൊടുത്താൽ മതി. അതെ, അങ്ങനെയാണോ? അതെ. എന്ന് മാത്രമല്ല, അത് എപ്പോൾ വേണമെങ്കിൽ എടുക്കാം. അതായത് ഇപ്പോൾ ഒരു FD നമ്മൾ 6 മാസത്തേക്ക് കിട്ടാൻ 181ാമത്തെ ദിവസം എടുത്തില്ലെങ്കിൽ അതിന്റെ മുകളിൽ പെനാൽറ്റി വരും. ഇതിനകത്ത് നമുക്ക് ഏത് ദിവസവും ഇത് എക്സിറ്റ് ചെയ്യാം. 1 മാസം കഴിഞ്ഞാൽ, ചില കേസുകൾ 1 ദിവസം കഴിഞ്ഞാൽ പോലും ഏത് ദിവസത്തേക്ക് വേണ്ടി എക്സിറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ സപ്പോസ് നമുക്കൊരു 15 ദിവസത്തേക്ക് ഒരു 10 കോടി നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടെന്ന് വിചാരിക്കാം. ആ 10 ദിവസത്തേക്ക് അത് ഇൻവെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ എടുക്കുമ്പോൾ അതിന്റെ ടാക്സേഷന് ചില കേസുകളിൽ ബെനിഫിറ്റ് ഉണ്ടാവും. അതാണ് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ്. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയില് ഒരു പവർ കമ്പനിക്ക് വേണ്ടിയിട്ട് നമ്മൾ 5-8 വർഷത്തോളം വലിയ എമൗണ്ടുകൾ ഇൻവെസ്റ്റ്മെന്റ് എടുത്തിരുന്നു, മാനേജ് ചെയ്തിരുന്നു. അതിനകത്ത് ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോൾ അവരുടെ ഈ പ്രോഫിറ്റിനേക്കാൾ അവരുടെ ബിസിനസ് നടത്തി കിട്ടുന്ന പ്രോഫിറ്റിനേക്കാൾ വലുതായി ഇതിന്റെ മുകളിൽ റിട്ടേൺ എന്ന് പറയും. NP മാർജിനേക്കാൾ കൂടുതലായി. കാരണം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും FDയിൽ കിട്ടുമ്പോൾ നമുക്ക് 5-6% ഇതിന്റെ മുകളിൽ FD റേറ്റ്സ് പലപ്പോഴും കിട്ടും. ഇപ്പൊ എനിക്ക് തോന്നുന്നു 7% ഉണ്ടാവും. ലെസ് ടാക്സ് ഇറ്റ് ഇസ് 5.5%. ഇവിടെ നമ്മൾ ഒരു ചെറിയ ഇക്വിറ്റി ഉള്ള, അതായത് 30 to 35% ഇക്വിറ്റി, ബാക്കി വളരെ സേഫ് ആയിട്ടുള്ള ബോൺസ് ഓർ ആർബിട്രാജ് ഉള്ള ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ 10%, 11% ഹിസ്റ്റോറിക് റിട്ടേൺ ഉണ്ട് ഇതിനകത്ത്. അപ്പൊ അത് ലോങ് ടേം ഇക്വിറ്റി ആണെങ്കിൽ 15-18% റിട്ടേൺ ഉണ്ട്. പല കമ്പനികൾക്കും ഇപ്പൊ ഗ്രാറ്റുവിറ്റി ഫണ്ട് പോലത്തെ ഒരു സാധനം, അവർക്ക് ബെനിഫിറ്റ്സ് കൊടുക്കാനുള്ളത്, അതല്ലെങ്കിൽ അവർക്ക് പിന്നെ മെഷീനറി റീപ്ലേസ് ചെയ്യാനുള്ളത് 5 വർഷം വിസിബിലിറ്റി ഉണ്ടാവും, 7 വർഷം വിസിബിലിറ്റി ഉണ്ടാവും, ചില കേസിൽ 10 വർഷം വിസിബിലിറ്റി ഉണ്ടാവും. ചെറിയ എമൗണ്ട്സ് ആണെങ്കിൽ പോലും ഇപ്പോൾ 2 കോടി ഇൻവെസ്റ്റ് ചെയ്ത ഒരു കമ്പനി, എനിക്ക് എന്റെ ഒരു കമ്പനി ഉണ്ട്, 2 കോടി ഇൻവെസ്റ്റ് ചെയ്ത കമ്പനിക്ക് ഇപ്പൊ ഏകദേശം 10 കോടി ഉണ്ട് ആ ഫിഗർ എന്ന് പറയുന്നത്. ഇവരെ ബാക്കി ബിസിനസിന്റെ മുഴുവൻ സർപ്ലസ് എടുത്ത് നോക്കിയാൽ പോലും പലപ്പോഴും ഈ റീഇൻവെസ്റ്റ്മെന്റ് ഉള്ളതുകൊണ്ട് ഇത്രയും വരത്തില്ല. അപ്പൊ ഇത് കൃത്യമായിട്ട് ചെയ്തു പോവാ, സേവിങ്സ് ചെയ്തു പോവാ എന്നുള്ളത് കമ്പനീസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. പല ഓൺട്രപ്രണേഴ്സ് ശ്രദ്ധിക്കാറില്ല അത്. കാരണം അവർ ഈ ബിസിനസിന്റെ ഓട്ടത്തിന്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ പ്ലാനിങ്ങുകളോ ഇതിനെക്കുറിച്ച് അന്വേഷിക്കലോ ഇല്ല. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. അതെ. എന്ന് മാത്രമല്ല, ഇൻഡിവിജ്വൽസിനും, അതായത് ബിസിനസ് ഓണേഴ്സിന് പലപ്പോഴും ഈ ബിസിനസ്സും വ്യക്തിപരമായിട്ടുള്ള ഫിനാൻസും വ്യത്യാസം അറിയില്ല. ഇവരൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യില്ല. ഈ സ്ഥാപനം ജീവിതകാലം മുഴുവൻ നടത്തും, പക്ഷെ ഇവരുടെ ഒരു ലൈഫിൽ ഒരു വെൽത്ത് ക്രിയേഷൻ ഉണ്ടാവില്ല. ഇപ്പൊ നമ്മുടെ അടുത്ത് 10-40 ബ്രാഞ്ചും 250 കോടിയൊക്കെ ടേൺ ഓവറുള്ള പല ആളുകളും വളരെ മക്കളുടെ കല്യാണം വരുമോ അല്ലെങ്കിൽ ഒരു വീട് വെക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു 3-4 കോടി രൂപ വരുമ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ സാധനം ഉണ്ടാക്കുന്നത്. അവർക്കിത് കാണുമ്പോൾ അപ്പുറത്തൊരു ബ്രാഞ്ച് കൂടെ തുടങ്ങി അങ്ങനെ ഉണ്ടെന്ന് തോന്നും. പക്ഷെ പ്രാക്ടിക്കലി ഇപ്പൊ നമ്മള് ഇവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാ മെയിൻ ആയിട്ടുള്ള ഓണേഴ്സ്, എന്റർപ്രന്യൂഴ്സിനെ എടുത്തു പോയി കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ഫാമിലി ഓഫീസുകളുണ്ട്. ഇവർ കൃത്യമായിട്ട് ഇതിനകത്ത് റെമ്യൂണറേഷൻ എടുക്കുകയും അത് മാറ്റിവെക്കുകയും ചെയ്യും. ഈ ഫണ്ട് ആവശ്യമെങ്കിൽ അവർക്ക് ബിസിനസിന് വേണ്ടി പിന്നീട് ഉപയോഗിക്കാം. പക്ഷെ ഒരു പോർഷൻ അതിന് എടുത്ത് കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ഇപ്പൊ വിവരമുള്ള ഒരാൾക്ക് അറിയാം, മറ്റേ പറയുന്നത് അംബാനി അല്ലെങ്കിൽ പിന്നെ അദാനി നമ്മളെയൊക്കെ വൃത്തിയായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ടാറ്റ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ബിസിനസ്സിൽ തന്നെ എല്ലാം കൊണ്ടിടുന്നില്ല. ഇതൊന്നൊരു 5% എടുത്തിട്ട് നമ്മളൊരു മ്യൂച്വൽ ഫണ്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 50-100 കമ്പനികളിലേക്ക് ഇത് പോകാണല്ലോ. രാജ്യത്തിന്റെ ഗ്രോത്തിലേക്ക് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യല്ലേ. ഒരു പോർഷൻ അങ്ങനെ മാറ്റുന്നത് വളരെ നല്ലൊരു സ്ട്രാറ്റജിയാണ്. അല്ല, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. പല ബിസിനസ്സുകാരും ഈ ജീവിതം ബിസിനസിന് വേണ്ടി അർപ്പിക്കുകയും എന്നാൽ അവരുടെ ജീവിതം ഒന്ന് സേഫ് ആക്കാൻ മറന്നു പോവുകയും ചെയ്യുന്നവരാണ്. ഉദാഹരണം, ഒരു കൃത്യമായി സാലറി എടുക്കുക, ഇല്ലെങ്കിൽ ഒരു ഡിവിഡൻഡ് എടുക്കുക, അത് കറക്റ്റായിട്ട് ഒന്ന് പ്ലാൻ ചെയ്യുക ഫ്യൂച്ചറിനല്ലേ. അങ്ങനെ ചെയ്യുന്ന ആളുകൾ കുറവാണ്. അത് വളരെ വളരെ അനിവാര്യമാണ് അല്ലേ? തീർച്ചയായിട്ടും അതെ. കാരണം വെച്ചാൽ നമ്മൾ പറയാറുണ്ട് ഏറ്റവും വലിയ വെൽത്ത് എന്ന് പറയുന്നത് കുറെ കഴിയുമ്പോൾ സമയമാണ്. ഈ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സുകാരെ കുറിച്ച് നമുക്ക് എപ്പോഴും തോന്നാറുള്ള ഒരു കാര്യമുണ്ട്, ഇവർക്ക് ഒരിക്കലും മനസ്സ് ശാന്തമാവില്ല.
ഇവർ കണ്ടിന്യൂസ്ലി ബിസിനസിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ എനിക്ക് എപ്പോഴും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനം മൈൻഡ്ഫുൾനെസ് എങ്ങനെയാണ് ഒരു ബിസിനസ്സുകാരൻ കൊണ്ടുവരിക. ഇപ്പൊ ഒരു ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ 150 ആശയങ്ങൾ വരും, പുതിയ ഒന്നാമത് ഞങ്ങൾ കാണുന്ന എല്ലാ ബിസിനസ്സുകാർക്കും ഒരു ദിവസം 10 ബിസിനസ് ആശയം വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതിനെ പുറമെ ബിസിനസ് വരുന്ന ചേഞ്ചുകളും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ വരും. അപ്പൊ ഇവർക്ക് ഇതിനകത്ത് നിന്ന് കട്ട് ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല. പലരോടും നമ്മൾ പറയാറുണ്ട്, നിങ്ങൾക്ക് ബ്രെയിൻ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് 4 ദിവസം 5 ദിവസം ആണെങ്കിൽ പോലും ഇത് മുഴുവൻ മാറ്റി നിർത്തിയിട്ട് നിങ്ങളൊന്ന് പോകും. ആ രീതിയിൽ ചെല്ലുന്ന സമയത്ത് ചിലപ്പോൾ കിട്ടുന്ന ഒരു ഇൻസ്പിറേഷൻ, കാണുന്ന ഒരു കാര്യം വേറൊരു വലിയ ആശയമായിരിക്കാം, ഒരു വലിയ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ ഞാൻ പേഴ്സണലി ജപ്പാനിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. അവിടെ ചെന്ന് ഞാൻ കണ്ട കുറെ സ്ട്രക്ചേഴ്സ് ഞാൻ ഇവിടെ കൊടുത്ത് മിനിമം ഒരു 4-5 കമ്പനികളിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റി. ഇപ്പൊ യാത്രകളും ചില കാര്യങ്ങളിൽ നമ്മുടെ ചിന്തകളും വായനയോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഹോബി എന്താണെങ്കിലും ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഫ്രഷൻ അപ്പുകയും ചെയ്യും. ഇതിനൊക്കെ നമുക്ക് സമയവും വേണം, റിസോഴ്സും വേണം. ഇതൊക്കെ ബിൽഡ് ചെയ്യുന്നത് ഒരു സൈഡിൽ നല്ലതാണ്. സാർ, ലാസ്റ്റായിട്ട് SME എന്റർപ്രണേഴ്സിന് സാറ് ഒരു ചെറിയ സജഷനോ അഡ്വൈസോ കൊടുക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പുറത്തു നിന്ന് നമ്മുടെ ബിസിനസ് നമ്മളൊന്ന് ആദ്യം നോക്കിക്കാണുക. ഞാൻ ശരിക്കും എവിടെയാണ് നിൽക്കുന്നത്, എൻ്റെ സിറ്റുവേഷൻ എന്താണ്, ഞാൻ എന്നെ കുറിച്ച് ഉണ്ടാക്കിയ ഒരു മനക്കോട്ടയിൽ തന്നെയാണോ ഇപ്പോഴും നിൽക്കുന്നത് എന്നുള്ളത് പുറത്തു നിന്ന് നമ്മൾ ശരിക്കും ഒന്ന് റീവിസിറ്റ് ചെയ്യണം. അതിന് സഹായം കൂടി ഉണ്ടെങ്കിൽ ഗംഭീരമായി. ആ രീതിയിൽ നമ്മളൊന്ന് റീവിസിറ്റ് ചെയ്തതിന് ശേഷം കൃത്യമായിട്ട് നമുക്കൊരു റീബൂട്ടിംഗ് പ്ലാൻ ചില കേസുകളിൽ വേണം. അത് നമുക്ക് ചിലപ്പോൾ 5, 10, 20 വർഷം കൊണ്ടുപോകാവുന്ന ഒരു വിഷൻ ആയിരിക്കാം. അതിലേക്ക് കൊണ്ടുവരിക. അത് കഴിഞ്ഞാൽ അതിൽ തീരുമാനിക്കുന്ന കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടുള്ള ധൈര്യവും അതിനുള്ള ആരൂഢവും നമ്മൾ കാണിക്കണം. അത് പതുക്കെ പതുക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു സ്ട്രക്ചറിലേക്ക് നമ്മൾ വരിക. അപ്പൊ ഓവറോൾ നോക്കുന്ന സമയത്ത് 90% സ്ഥാപനങ്ങൾക്കും ഈ പറയുന്നത് റീവിസിറ്റും റീലുക്കും ആവശ്യമാണ്. ആ റീലുക്ക് നമ്മൾ ഒരു ഷോർട്ട് പീരീഡിൽ ഇരുന്നുകൊണ്ട് എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് വളരെ ഓപ്പൺ മൈൻഡോടുകൂടി നമ്മുടെ കോർ ടീമിനെ വെച്ചുകൊണ്ട് ഈ സാധനം ചെയ്യാം. അത് കഴിഞ്ഞ് അതിൽ കിട്ടുന്ന തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയതിന് ശേഷം ഓരോന്നായിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള സമയവും ടാർഗറ്റും പ്ലാനും ഉണ്ടാക്കുക. അത് ചെയ്തു പോയി കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിന് ഇവിടെ വരെയുള്ള വളർച്ചയുടെ വളരെ കൂടുതൽ നമുക്ക് ചിലപ്പോൾ ഉണ്ടാക്കാനും വളരെ വേറൊരു രീതിയിലേക്ക് അത് വേറൊരു കൾച്ചറിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ ചിലപ്പോൾ അതിനെ പറ്റിയെന്ന് വരും. വെരി ഗുഡ്. അപ്പോൾ വളരെ താങ്ക് യു സോ മച്ച് സാർ. ഇത്രയും നേരം നമുക്ക് സംസാരിക്കാൻ സമയം അനുവദിച്ചതിനും വന്നതിനും താങ്ക് യു സോ മച്ച്. വളരെ സന്തോഷം. താങ്ക് യു. വീണ്ടും നമുക്ക് ഒരു പുതിയ ഇതുപോലെ എക്സ്പെർട്ടൈസ് ഉള്ള വിസ്റ്റമുള്ള ആളുകളുമായി വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച്.